വിഴിഞ്ഞത്തെ സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആത്മഹത്യയ്ക്കും കോളിളക്കം സൃഷ്ടിച്ച സ്വർണ്ണ തട്ടിപ്പിനും പിന്നിലെ വിപുലമായ അന്വേഷണം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. വിഴിഞ്ഞം പോലീസ് തയ്യാറാക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകളും കേസ് ഡയറിയും DCRBക്ക് ഔദ്യോഗികമായി കൈമാറി കഴിഞ്ഞു. പ്രധാന പ്രതിയായ സിന്ധുകുമാരിയുടെ അക്കൗണ്ടുകളിലും സാമ്പത്തിക ഇടപാടുകളിലും വൻ ദുരൂഹതകൾ ഉണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് കേസ് ഇപ്പോൾ പ്രത്യേക വിഭാഗത്തിന് കൈമാറിയിരിക്കുന്നത്. കേസിലെ പ്രതിയായ സിന്ധുകുമാരിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പോലീസ് വലിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സിന്ധുവിന് പിന്നിൽ പ്രവർത്തിച്ച വമ്പന്മാരും മറ്റ് സഹായികളും ഉണ്ടോ എന്ന കാര്യമാണ് ഇനി DCRB പ്രധാനമായും അന്വേഷിക്കുക. ഇവരുടെ സാമ്പത്തിക ബാധ്യതകളും അനധികൃത ഇടപാടുകളും കണ്ടെത്താനായി സിന്ധുവിന് അക്കൗണ്ടുകളുള്ള വിവിധ ബാങ്കുകൾക്ക് പോലീസ് ഇപ്പോൾ വിവരങ്ങൾ തേടി അപേക്ഷ നൽകിയിരിക്കുകയാണ്. സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന കൗമാരക്കാരായ ജീവനക്കാരായ ഐശ്വര്യ, അഞ്ജു എന്നിവരെ സ്വാധീനിച്ചായിരുന്നു സിന്ധു വലിയ തട്ടിപ്പ് നടത്തിയത്. മുൻപരിചയം മുതലാക്കി ഐശ്വര്യയിൽ നിന്ന് 50 പവനും അഞ്ജുവിൽ നിന്ന് 20 പവനും ഉൾപ്പെടെ ആകെ 70 പവനോളം സ്വർണമാണ് സിന്ധു ഇത്തരത്തിൽ തട്ടിയെടുത്തത്. പണയം വെച്ച സ്വർണം തിരികെ എടുക്കാൻ യഥാർത്ഥ ഉടമസ്ഥർ സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് കോടികളുടെ ഈ ഒരു തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത്. സ്വർണം കൈക്കലാക്കിയ ഉടൻ തന്നെ സിന്ധു രാജ്യം വിട്ടിരുന്നു. തട്ടിപ്പ് പുറത്തായതോടുകൂടി കടുത്ത മാനസിക സങ്കടത്തിലായ ഐശ്വര്യയും അഞ്ജുവും വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇരു യുവതികളും മരണത്തിന് കീഴടങ്ങിയത്. ഈ ഇരട്ട ആത്മഹത്യ സംസ്ഥാനത്തുടനീളം വലിയ ജനരോഷത്തിനാണ് വഴി തുറന്നത്. തുടർന്ന് വിദേശത്തേക്ക് കടന്ന പ്രതി സിന്ധുകുമാരിയെ അതിസാഹസികമായി ജൂലൈ 4 ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച വിഴിഞ്ഞം പോലീസിന് കേസിൽ നിർണായകമായ നിരവധി തെളിവുകളും വിവരങ്ങളും ലഭിക്കുകയും ചെയ്തു. സിന്ധു അറസ്റ്റിലായ വിവരം പുറത്തു വന്നതോടുകൂടി നിരവധി പേരാണ് സമാനമായ പരാതികളുമായി പോലീസിനെ സമീപിച്ചത്.